ലോകകപ്പിൽ ഇപ്പോൾ മെസ്സി തരംഗമാണ്. എല്ലാവരും മെസ്സിക്ക് പിന്നാലെയും അർജന്റീനയുടെ പിന്നാലെയും ഒക്കെ പോകുന്നു. ചില ബ്രസീൽ ആരാധകരും പോർച്ചുഗൽ ആരാധകരും ഒക്കെ ഉണ്ട്. പക്ഷേ മെസ്സി 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 എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിളിക്കുന്നത്. മെസ്സി ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്, ഒരു പ്രൊമോഷണൽ വീഡിയോയിൽ വന്നിരിക്കുകയാണെന്ന് വേണ്ടി പറയാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ, ലയണൽ മെസ്സി. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? ലയണൽ മെസ്സി ഒരു ഫുട്ബോളർ, ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണ്. മെസ്സി അതിൻ്റെ തിരക്കുകളാണ്. പിന്നെ ഇപ്പോൾ സ്പൈഡർമാനുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഒരു പ്രൊമോ വീഡിയോ പുറത്തിറക്കി. ആൻഡ് ദാറ്റ് പ്രൊമോ വീഡിയോ വാസ് ആബ്സല്യൂട്ട്ലി ഷോക്കിംഗ്. ഇൻ്റർനെറ്റിൽ അത് സെൻസേഷനായി മാറി. കാരണം ടോം ഹോളൻഡും ലയണൽ മെസ്സിയും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. അത് കണ്ടപാട് ആളുകൾ ഞെട്ടിപ്പോയി. കാരണം മെസ്സി പരസ്യത്തിൽ പ്രൊമോ വീഡിയോയിൽ വന്ന് അഭിനയിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം പലരും ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും. പശ്ചാത്തലം ഒരു കഫേയിൽ ടോം ഹോളണ്ട് ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് മെസ്സി അയാൾ കാണുന്നു. മെസ്സി കണ്ടിട്ട് ഷട്ട് അപ്പ് എന്നൊരു ഡിസ്ബിലീഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ മെസ്സി ആ കഫേയുടെ ഓണറുടെ അടുത്ത് സംസാരിക്കുന്നു, ക്യാഷിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. പെട്ടെന്ന് ടോം ഹോളണ്ട് വന്നിട്ട് അയാളുടെ അടുത്ത് സംസാരിക്കുന്നു. യു മെസ്സി റൈറ്റ് എന്ന് പീറ്റർ പാർക്കർ, ടോം ഹോളണ്ടിൻ്റെ കഥാപാത്രം വന്ന് ചോദിക്കുന്നു. മെസ്സി സ്പാനിഷിലാണ് മറുപടി കൊടുക്കുന്നത്. അവിടെയാണ് ക്യാച്ചിങ് പോയിന്റ്. അതായത് പൈസയൊക്കെ തന്നു, ഞാൻ ഇംഗ്ലീഷ് പറയില്ല, ഞാൻ എൻ്റെ സ്പാനിഷ് ഭാഷയെ പറയുള്ളൂ എന്ന് മെസ്സി പറയുന്നത് പോലെ എന്തൊരു ഫീൽ. അങ്ങനെയാണ് കോമൻസ് ഒരുപാട് പോകുന്നത്. മെസ്സി സ്റ്റിൽ സ്പീക്സ് സ്പാനിഷ്, അങ്ങനെ സ്പാനിഷ് പറയുന്നു. അതനുസരിച്ച് കഫേ ഓണർ മറുപടി കൊടുക്കുന്നു. അപ്പം സ്പൈഡർമാൻ ഫാനാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴേക്കും യെസ്, സ്പൈഡർമാനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നു. ടോം ഹോളണ്ട് 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പെട്ടെന്ന് സ്പൈഡർമാൻ സ്യൂട്ടിലേക്ക് വരുന്നു. മെസ്സി അസ്റ്റോണിഷ്ഡ് ആവുന്നു, ചിരിക്കുന്നു. ആർ യു ഗുഡ് വിത്ത് ഹൈറ്റ്സ് എന്ന് സ്പൈഡർമാൻ മെസ്സിയോട് ചോദിക്കുന്നു. യെസ് എന്ന് നോഡ് ചെയ്യുന്നു. പിന്നീട് സ്പൈഡർമാനും മെസ്സിയും കൂടി ഒരുമിച്ച് ഇങ്ങനെ വരുന്നിടത്താണ് ആ വീഡിയോ എൻഡ് ചെയ്യുന്നത്. 40 സെക്കൻഡ്സേ ഉള്ളൂ ആ പ്രൊമോ വീഡിയോ. ബട്ട് പോരെ, 40 സെക്കൻഡൊക്കെ ധാരാളം. കത്തി, സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് കത്തി. ആ കത്തുന്ന വേളയിൽ ഇത്രയും വലിയൊരു പ്രൊമോഷൻ ആ സിനിമയ്ക്ക് ഇനി എന്ത് കിട്ടാനാണ് അല്ലേ? മെസ്സിയെ കൊണ്ടുവന്ന് ഒരുമിച്ചൊരു പ്രൊമോഷൻ നടത്തുക എന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനൊരു സിറ്റി മുഴുവനായിട്ടൊരു കാഷ്വൽ സ്പിൻ നടത്തുന്ന പോലെ എടുത്തായിട്ടാണ് ആ ഫ്രെയിം എൻഡ് ചെയ്യുന്നത്. എന്തായാലും ഈ പ്രൊമോ വീഡിയോ വളരെയധികം വൈറലായി. സോണി പിക്ചേഴ്സിൻ്റെ 4ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ടോം ഹോളണ്ടും സെൻഡേയുമാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. സോ ഈ പടത്തെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 30 ആണ് ഇന്ത്യൻ തിയേറ്റേഴ്സിൽ ചിത്രം റിലീസ് ചെയ്യുന്നത്. വലിയ ഹൈപ്പാണ്. പ്രത്യേകിച്ച് കൊച്ചി ആരാധകർ പോയിട്ട് ടിക്കറ്റ് പ്രകാശനം ചെയ്തത് ടോം ഹോളണ്ടിനെ കൊണ്ടാണ്. ആ വീഡിയോയൊക്കെ വളരെയധികം വൈറലായി മാറിയിട്ട് പല രീതിയിലുള്ള പ്രൊമോഷനാണ് ബ്രാൻഡ് ന്യൂ ഡേയിലുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഹൈപ്പാണ്. കാരണം ഈ മാസത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റിലീസുകളിൽ ഒന്ന് ഒഡീസിയും ഒന്ന് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആണ്. ഒഡീസി 17 എത്തുന്നു, ബ്രാൻഡ് ന്യൂ ഡേ 30 റിലീസിനെത്തുകയാണ്. സോ വലിയ എക്സ്പെക്റ്റേഷൻസോടു കൂടിയാണ് സിനിമ എത്തുന്നത് എന്നത് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഇത് വരുമ്പോഴേക്കും മെസ്സിയുടെ ഫുട്ബോൾ പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ആരാധകർ കൂടി ഈ പ്രൊമോ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായ ടൈമിങ്ങിലാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് അർജൻറ്റീന ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ അവരുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം കൂടി എത്തി നിൽക്കുന്നത്. മെസ്സിയെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടോം ഹോളണ്ടിൻ്റെയും ഒരു പ്രൊമോഷണൽ വീഡിയോ വൈറലായി മാറുന്നു. ഏകദേശം യൂട്യൂബിൽ മില്യൺ കണക്കിന് ആളുകൾ, പിന്നീട് അത് മാത്രമല്ലാതെ ഇൻസ്റ്റഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒക്കെയാണല്ലോ ഈ വീഡിയോ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുക, കൂടുതൽ ഷെയർ ചെയ്യപ്പെടുക. അങ്ങനെ മൊത്തത്തിൽ ഷെയർ ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ഈ സിനിമയുടെ പ്രൊമോ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.